body like we Christians do in a mortuary. നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുന്ന പോലെ അവരുടെ ശവശരീരങ്ങൾ അവരങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. They bury the dead the same day. മരിച്ച അതേ ദിവസം തന്നെ അവർ അടക്കും. Within hours they bury. Before the sunset they have to bury. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് മരിച്ചവരെ അവർ അടക്കും. And that was the custom of the Jews. അതായിരുന്നു യഹൂദന്മാരുടെ ക്രമവും. They don't keep a dead body for long. അവരുടെ ശവശരീരം ഒരിക്കലും അവരെ He was put in the tomb and the cave. അവരെ ഈ കുടീരത്തിലേക്ക് ഇറക്കി വെച്ചു. And the sister is saying this to Jesus. ഇത് പറയുന്നത് സ്വന്തം സഹോദരിയാണ് യേശുവിനോട്. There is a bad odor. അവിടെ നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. It's my brother. ഇത് എന്റെ സഹോദരനാണ്. But there is a bad odor. പക്ഷേ നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. He is a dead man. അവൻ മരിച്ചു പോയിരിക്കുന്നു. He is now stinking. അവനിൽ നിന്ന് നാറ്റം വരികയാണ്. Then what did Jesus say? എന്താണ് യേശു പറയുന്നത്? Did I not tell you that if you believed you would see the glory of God? യേശുവോട് പറയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. And so reluctantly they moved the stone. അതുകൊണ്ട് അവരെ വളരെ അർത്ഥമനസ്സോടുകൂടെ കല്ല് ഉരുട്ടി മാറ്റി. Then Jesus looked up and prayed, Father, I thank you that you have heard me. യേശു സ്വർഗ്ഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, പിതാവേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. And then Jesus prays this public prayer. യേശു ഈ പ്രാർത്ഥന പരസ്യമായി പ്രാർത്ഥിച്ചു. And then with a loud voice, ഈ വലിയ ഉച്ച സ്വരത്തിൽ he said, Lazarus, come forth. യേശു ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. He was specific in calling the name of Lazarus. യേശു ലാസറിന്റെ പേര് പ്രത്യേകമായി ലാസറിനെ തന്നെ വിളിക്കുകയായിരുന്നു. If Jesus did not call him by name, യേശു ലാസറിന്റെ പേര് പ്രത്യേകമായി വിളിച്ചില്ലായിരുന്നു. all the people in Bethany who died would have come up. ബഥനിയിലുള്ള എല്ലാ മരിച്ചുപോയവരും എഴുന്നേറ്റ് വരുമായിരുന്നു. And Jesus didn't want that to happen. യേശു അങ്ങനെ സംഭവിക്കേണ്ട He was very specific. യേശു വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. Lazarus, come forth. ലാസറേ പുറത്തു വരിക. And we find how the dead man came out, his hands and feet wrapped with strips of linen and a cloth around his face. മരിച്ചുപോയ മനുഷ്യനെ ശരീരം മുഴുവൻ റൂമാലി കൊണ്ട് മൂടിയിരുന്ന മനുഷ്യൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് നാം കാണുന്നു. Now this chapter teaches me ഈ 11ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് Lazarus was a friend of Jesus. ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു. A close friend of Jesus. യേശുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. Martha was cared and loved by Jesus. യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവളാണ് മാർത്ത. Mary also was loved deeply by Jesus. യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവളാണ് മറിയ. Suffering came to this house. പക്ഷേ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട ഈ കുടുംബത്തിലും കഷ്ടത കടന്നു വന്നു. Many times people think if you are a friend of Jesus there will be no suffering. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ യേശുവിന്റെ സ്നേഹിതനാണെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ്. If you are a friend and a special friend of Jesus, you will not have any problems. യേശുവിന്റെ സ്നേഹിതനാണെങ്കിൽ അവൻ അടുത്ത സ്നേഹിതനാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് വിചാരിക്കുന്നത്. There will be no bumps on the road. നമ്മുടെ വഴിയിലെ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകില്ല. You will be always going at 65 miles per hour. എല്ലായ്പ്പോഴും ഒരേ സ്പീഡിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. There are no twists or turns. അവിടെ ഒരിക്കലും വളവ് തിരിവുകൾ ഉണ്ടാകില്ല. You will always have that scenic route. എല്ലാ കാര്യങ്ങളും നമുക്ക് ശുഭമായിരിക്കും. And all of a sudden when something happens like this, it's a surprise. ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കുന്നത്. Sufferings come to all people. കഷ്ടത എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നു. I don't know why it happens. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. That is one of the questions we will ask when you get to heaven. നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷേ അതായിരിക്കും. But I don't think you will even think about suffering when you get there. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ചോദ്യം ഒന്നും ഉണ്ടായിരിക്കില്ല. Because the glory and the wonders of heaven and the presence of Jesus is so sweet, you'll never forget, you'll never not be remembering all the sufferings or the aches and the pains that you had while you are on this earth. എന്നാൽ ദൈവത്തിന്റെ മഹത്വപൂർണ്ണമായ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വേദനയും കഷ്ടവും ഒന്നും ചിന്തിക്കാൻ നമുക്കവിടെ സമയം ഉണ്ടാകത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. There won't be any dirty dishes in the sink at that time. അവിടെ നമുക്ക് പാത്രം കഴുകേണ്ട ആവശ്യമില്ല. There's no shopping in that place. അവിടെ നമുക്ക് കച്ചവടത്തിൽ സാധനം വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല. There is no vacuuming in that place. അവിടെ നമുക്ക് ശുചീകരണത്തിന്റെ ആവശ്യമില്ല. There is perfect temperature all the time. അവിടെ എല്ലായ്പ്പോഴും നല്ല കാലാവസ്ഥയായി. You don't have to go control the thermostat all the time. കൂടെ പോയി തെർമോസ്റ്റാറ്റ് നിയന്ത്രിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. There's no tears in that place. അവിടെ കണ്ണുനീർ ഒരിക്കലും ഇല്ല. No sorrow in that place. അവിടെ ദുഃഖമില്ല. Heaven is a wonderful place. സ്വർഗ്ഗം ഒരു അനുഗ്രഹീതമായ സ്ഥലമാണ്. It is a place prepared for those who are prepared to meet Jesus. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് സ്വർഗ്ഗം. But while you're on this earth, എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ because of the original sin, നമ്മുടെ ആദ്യ പാപം മുഖാന്തരമായി we are also not exempt from suffering. നമ്മുടെ പ്രശ്നങ്ങളുടെ കഷ്ടതയിൽ നിന്ന് ഒരിക്കൽ നമ്മൾ പുറത്തു പോകുന്നവരല്ല. But a day is going to come, എന്നാൽ ഒരു ദിവസം സംഭവിക്കുവാൻ you will be saved from all these problems. എന്നാൽ എല്ലാ ഈ പ്രശ്നങ്ങളും നാം രക്ഷിക്കപ്പെടുകയാണ്. We are saved
positionally, നമ്മൾ ഈ അവസ്ഥാപരമായിട്ട് നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. but experientially we will go through the problems in this earth. എന്നാൽ നമ്മുടെ അനുഭവത്തിൽ ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു But പോകും. a day is going to come. എന്നാൽ ഒരു ദിവസം വരാൻ പോകുന്നു. Not only is it that going to be positional and legal, it is going to be experiential as well. നമ്മൾ വ്യവസ്ഥാപരമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെയോ ഇത് നമ്മുടെ അനുഭവമായി തീരുവാൻ പോകുകയാണ്. You will have an incorruptible body. നമുക്ക് ഒരു അമൂല്യമായ ശരീരം നമുക്ക് ലഭിക്കുവാൻ A പോകുകയാണ്. body that will never age. നമുക്ക് പ്രായപൂർത്തിയാകാത്ത ഒരു A ശരീരം. body that never needs a multivitamin. നമ്മൾ ഒരിക്കലും വൈറ്റമിൻ എടുക്കേണ്ടാത്ത ഒരു ശരീരം. A body that is perfect all the time. എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു A ശരീരം. body that doesn't need eyeglasses. നമുക്ക് അവിടെ ഗ്ലാസ് വേണ്ടാത്ത ഒരു A സ്ഥലം. body that doesn't need anything lacking in your life. നമ്മുടെ ജീവിതത്തിലെ ഒന്നും ശൂന്യമല്ലാത്ത, ഒന്നും ഇല്ലായ്മയില്ലാത്ത ഒരു A ശരീരം. body that can go through these walls. ഈ ഭിത്തികൾക്കിടയിൽ കൂടെ പോകുവാൻ കഴിയുന്ന ഒരു ശരീരം. That is what Jesus did. He walked through the walls and appeared in the room. അതിനെ പുനരുത്ഥാനം ചെയ്ത് യേശു ചെയ്തതാണ്. ഇനി വാതിലുകളില്ലാതെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകാനാണ് A resurrection body. ഒരു പുനരുത്ഥാന ശരീരം. A body that is so amazing that we understand what Adam was like before he fell into sin. ആദാം പാപം ചെയ്യുന്നതിന് മുൻപ് അവൻ ഉണ്ടായിരുന്ന ശരീരം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ശരീരം. And we await for that day. ആ ദിവസത്തിനായി നാം കാത്തിരിക്കുകയാണ്. And we await for that moment. ആ ദിവസത്തിനായി, നിമിഷത്തിനായി നാം That കാത്തിരിക്കുകയാണ്. is the hope that we have. അതാണ് നമ്മുടെ പ്രത്യാശ. But while you're on this earth, എന്നാൽ നാം ഈ for ഭൂമിയിലായിരിക്കുമ്പോൾ a brief period of time, അല്പകാലത്തേക്ക് നാം ഇവിടെ ആയിരിക്കുമ്പോൾ, maybe 70 years, ഒരു 70 വർഷമോ, maybe 85 ഒരു years, 85 or വർഷമോ, maybe you may live to 120 ഒരു years, 120 വർഷമോ, say 150 years. അല്ലെങ്കിൽ 150 വർഷം ജീവിക്കുന്ന വിചാരിക്കുക. Whatever the time is, എന്ത് in the സമയമായിരുന്നാലും, light of eternity, പക്ഷെ നിത്യതയുമായി it താരതമ്യം is a ചെയ്യുമ്പോൾ brief period of time. അതൊരു ചെറിയ It സമയമാണ്. is not even a speck in the light of eternity. നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് പൊടി പോലുമില്ല. You will have problems in this life. പക്ഷെ ഈ സ്ഥലത്ത് നമുക്ക് പ്രശ്നങ്ങൾ You will have bumps on the road. നമുക്ക് തടസ്സങ്ങളുണ്ട്, നമ്മുടെ മാർഗ തടസ്സങ്ങൾ There may be twists and turns in the way. വളവുകളും തിരിവുകളും ഉണ്ടായേക്കാം. Every road that you take may not be a scenic road. എല്ലാ വഴികളും ഒരുപക്ഷെ ശുഭകരമായ വഴികളായിരിക്കണമെന്നില്ല. There may be things that you face in that road. ആ വഴികളിലെ മാർഗങ്ങളിലെ തടസ്സങ്ങൾ നമുക്കുണ്ടായിരുന്നു. And even this family had problems. ഈ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട, യേശു സ്നേഹിച്ച ഈ കുടുംബത്തിന് പോലും Even a പ്രശ്നങ്ങളുണ്ടായി. close friend like Lazarus fell sick. യേശുവിന്റെ പ്രിയ സ്നേഹിതനായ ലാസറിന് പോലും പ്രശ്നമുണ്ടായി. And Martha and Mary, who were very close, wondered, a house where Jesus came frequently, the house that he visited more times than any other place, had problems. യേശു നിരന്തരമായി സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു കുടുംബം, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെക്കാളും അധികം യേശു സന്ദർശിച്ച വീട്, അവർക്ക് പ്രശ്നമുണ്ടായി. When that happens, ഇത് സംഭവിക്കുമ്പോൾ we wonder. ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. But not only do we need to understand that that can happen, നമുക്ക് ഇത് സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുകയാണ്. we need to understand that every crisis that happens to a child of God is an opportunity for you to discover Christ in a new way. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയും, ഓരോ പ്രതികൂലവും കർത്താവിനെ ഒന്നുകൂടി അടുത്തറിയുവാൻ, അനുഭവിക്കുവാനുള്ള അവസരങ്ങളാണെന്ന് നമ്മൾ മറക്കരുത്. You understand Christ in a bold way. യേശുക്രിസ്തുവിനെ ഒരു പുതിയ രീതിയിൽ വിശാലമായിട്ട് കാണുവാൻ കഴിയുന്ന You ഒരു അവസരമാണ്. understand Christ in a more powerful way. കൂടുതൽ ശക്തിയോടെ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്ന അവസരങ്ങളാണ് അവസരങ്ങൾ. Martha had no understanding of what Jesus was going to do at that time. ആ സമയത്ത് യേശു എന്ത് ചെയ്യുവാൻ പോകുന്നത് യാതൊരു ബോധ്യവും മാർത്തയ്ക്കുണ്ടായിരുന്നില്ല. Martha had an intellectual understanding of the resurrection on the last day. ബുദ്ധിപരമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ബോധ്യം മാർത്തയ്ക്കുണ്ടായിരുന്നു പുനരുത്ഥാന ദിവസത്തിൽ എന്താണ് സംഭവിക്കാൻ She പോകുന്നത്. had the right doctrines of the last days. ഈ അവസാന കാലത്തെ അന്ത്യനാളിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസ പ്രമാണ ഉപദേശം But she അവർക്കറിയാമായിരുന്നു. never understood the power of Christ was available now in the present. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശക്തി, പുനരുത്ഥാന ശക്തി ഇപ്പോൾ അവൾക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഒരിക്കലും അനുഭവിക്കുക അറിയുകയോ ചെയ്തിരുന്നില്ല. So this was an opportunity in the midst of crisis for Martha and Mary and all of them to understand and discover Jesus in a bold and a new way. ഈ പ്രതികൂലം, ഈ പ്രതിസന്ധി, ഈ മരണം യേശുക്രിസ്തുവിനെ ഒരു പ്രത്യേകമായ, ആഴമായ, വ്യത്യസ്തമായ, ശക്തമായ രീതിയിൽ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമായി So മാറുകയാണ്. child of God, ദൈവത്തിന്റെ പൈതലേ, dear sister, പ്രിയ സഹോദരി, dear brother, പ്രിയ സഹോദര, every crisis in your life, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും, every problem in your life ഓരോ പ്രതികൂലവും is an opportunity, ദൈവത്തിന്റെ ഒരു അവസരമാണ്. is a time that God gives. ദൈവം തരുന്ന അവസരങ്ങളാണ്.
അവസരങ്ങളാണ്. For you to discover Christ in a new way. കർത്താവിനെ ഒരിക്കലൂടെ അറിയുവാൻ, പ്രത്യേകമായി അനുഭവിച്ചറിയുവാനുള്ള അവസരങ്ങളാണെന്ന് നാം മറക്കരുത്. For you to experience Christ in a new way. യേശുവിനെ പുതിയൊരു ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള അവസരമാണ്. For you to understand the power of Christ in a new way. യേശുക്രിസ്തുവിന്റെ ശക്തിയെക്കുറിച്ച് അനുഭവിക്കുവാനുള്ള അവസരമായിട്ട് അതിനെ നാം കാണാം. Paul was a great man of God. പൗലോസ് ശക്തനായ ഒരു ദൈവഭക്തനായിരുന്നു. The greatest apostle. ഏറ്റവും ശ്രേഷ്ഠനായ അപ്പോസ്തലൻ. The brilliant mind that Christendom ever had. ഇത് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മനസ്സുള്ള മനുഷ്യൻ. The one who understood Christ better than anybody else. മറ്റാരേക്കാളും ഉപരിയായി കർത്താവിനെ അനുഭവിച്ച് അറിഞ്ഞ ഒരു മനുഷ്യൻ. The one who gave us more than half the New Testament. പുതിയ നിയമത്തിലെ പകുതിയിലധികം പുസ്തകങ്ങൾ നമുക്ക് നൽകിയ മനുഷ്യൻ. People would take clothes that were touched by Paul and lay it on people, they would be healed. പൗലോസിനാൽ തൊടപ്പെട്ട വസ്ത്രത്തിന്റെ അഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ മേലിട്ടാൽ അവർക്ക് സൗഖ്യം വരുമായിരുന്നു. And he raised people from the dead. മരിച്ചവരെ ഉയർപ്പിച്ച മനുഷ്യൻ. And he healed people. രോഗികളെ സൗഖ്യമാക്കിയ He മനുഷ്യൻ. established churches. സഭകൾ സ്ഥാപിച്ച മനുഷ്യൻ. But he himself had a problem. പക്ഷേ അവനൊരു പ്രശ്നമുണ്ടായിരുന്നു. We don't know exactly what that problem ആ was. പ്രശ്നം എന്തായിരുന്നു നമുക്കറിയില്ല. Some people say it was a problem with his eye. ചില ആളുകൾ പറയുന്നത് അവന്റെ കാഴ്ചയെക്കുറിച്ചുള്ള പ്രശ്നമാണ്. Some people say it was epilepsy that he had from time to time. അവന് ബോധക്ഷയം ഉണ്ടാകുന്ന പോലൊരു രോഗമാണ് എന്ന് ചില ആളുകൾ He was വിശ്വസിക്കുന്നു. weak in his body. അവന്റെ ശരീരത്തിൽ We ബലഹീനനായിരുന്നു. don't know exactly what that was. പക്ഷെ അത് എന്താണെന്ന് നമുക്കറിയില്ല. And 3 times he asked the Lord, 3 പ്രാവശ്യം ദൈവത്തോട് Lord, would ആഗ്രഹിച്ചു. you remove this? കർത്താവേ എന്നിൽ നിന്ന് മാറ്റുമോ? And 3 times 3 പ്രാവശ്യം the Lord gave him an answer. ദൈവം അവന് ഒരു ഉത്തരം നൽകി. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient. എന്റെ കൃപ നിനക്ക് മതി. My grace is എന്റെ sufficient. കൃപ നിനക്ക് മതി. That was the answer that sustained Paul. അതാണ് പൗലോസിനെ നിലനിർത്തിയ ഉത്തരം. He may remove the problem. ഒരു ദൈവത്തിന് ആ പ്രശ്നം ദൂരീകരിക്കുവാൻ If he കഴിയും. doesn't remove the problem, എന്നാൽ ആ പ്രശ്നം ദൂരീകരിക്കുന്നില്ലെങ്കിൽ he'll give you a shoulder strong enough to bear that problem. എന്നാൽ നിങ്ങളുടെ തോളുകളെ നിങ്ങൾക്ക് അതിനെ ചുമക്കുവാനുള്ള ശക്തിയും ബലവും ദൈവം He നിങ്ങൾക്ക് will നൽകും. strengthen your muscles to handle that problem. നിങ്ങൾക്ക് ആ ഭാരത്തെ ചുമക്കുവാനുള്ള ശക്തിയും അധികാരവും ദൈവം തരും. No matter what happens, എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, you are an overcomer. നിങ്ങൾ വിജയിക്കുന്നവനായി You are a തീരുകയാണ്. person who sees with the right perspective. നിങ്ങൾ ശരിയായ കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ കാണുന്ന വ്യക്തിയായി You are മാറും. not shaken by what happens to you. എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചലിച്ചു പോകുകയില്ല. Whatever happens around you, നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന whatever കാര്യങ്ങൾ, happens in you, നമ്മളിൽ സംഭവിക്കുന്ന your കാര്യങ്ങൾ, faith is strong in Jesus. നമ്മുടെ വിശ്വാസം കർത്താവിൽ ഉറച്ചതായി You തീരുവാൻ, understand what the grace of God is. ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയുവാൻ You understand it's the grace of God that holds you up. ദൈവത്തിന്റെ കൃപയാണ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത് അനുഭവിക്കുവാൻ തിരിച്ചറിയുവാൻ. It's the grace of God that you still have breath in your nostrils. നമുക്ക് ദൈവത്തിന്റെ കൃപയാണ് നാം ഇന്ന് രാത്രി ശ്വാസം വലിക്കുന്നത്. That is why Paul said, അതുകൊണ്ടാണ് പൗലോസ് it is പറയുന്നത്, in him that I live and move and have my existence. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം അവനിലാണ് ഇരിക്കുകയും ചരിക്കുകയും ചലിക്കുകയും ചെയ്യുന്നത്. You have no life outside of God. കർത്താവിന്റെ വെളിയിൽ നമുക്ക് യാതൊരു The ജീവിതവുമില്ല. breath that we breathe is a gift of God. നമ്മുടെ ശ്വാസം എടുക്കുന്ന പോലും ദൈവത്തിന്റെ ദാനമാണ്. It is the grace of God that sustains us. ഈ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. And we find here this was an opportunity for people in Bethany and in this family to understand that not only problems come to ordinary people and those who love Jesus, but it is an opportunity for them to understand Christ in a new way, and they understood the resurrection power of Jesus that day. ബഥാനിയിലെ നാം മനസ്സിലാക്കുന്ന കാര്യം, കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും പ്രശ്നവും പ്രയാസവും ഉണ്ടാകും. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവില് കർത്താവിനെ വ്യത്യസ്തമായ രീതിയിൽ അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനം അനുഭവിപ്പാൻ ബഥനിയിൽ കഴിയുന്നതായിട്ട് നാം കാണും. Child of God, you will experience Christ in a new way. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ പ്രത്യേകമായ അനുഭവത്തില് നിങ്ങൾക്ക് അനുഭവിക്കാൻ You will see things in a better way. നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ, ശ്രേഷ്ഠമായ രീതിയിൽ കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. The difference between an ordinary person and a great person, ഒരു സാധാരണ വ്യക്തിയും ഒരു ശ്രേഷ്ഠനായ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം the എന്നുള്ളത്, difference between an average person and an extraordinary person, ഒരു സാധാരണക്കാരനും അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്, is his perspective. അത് അവന്റെ കാഴ്ചപ്പാടിന്റെ Is his വ്യത്യാസമാണ്. perspective. അത് കാഴ്ചപ്പാടിന്റെ His വ്യത്യാസമാണ്. ability to see things. അവനെ കാണുവാനുള്ള, കാര്യങ്ങളെ കാണുവാൻ, അപഗ്രഥിക്കുവാനുള്ള His കഴിവ്, ability to understand things. കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവ്, His ability to see the end. അവന് അവസാനം കാണുവാനുള്ള കാഴ്ചപ്പാട്, His ability to see what God is doing through those things. ഈ സംഭവങ്ങളിലൂടെ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള It's കാഴ്ചപ്പാട്. a time and opportunity for you to discover Christ in a new way. കർത്താവിനെ കൂടുതലായി തിരിച്ചറിയുവാൻ, വ്യത്യസ്തമായി തിരിച്ചു
വരുവാനുള്ള ഒരു അവസരമായി ഇന്ന് രാത്രി മാറി. Now a dead man is raised. ഇന്ന് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. And then we find Jesus gives another command. അവിടെ യേശു മറ്റൊരു കൽപ്പന നൽകുന്നതായിട്ട് നാം കാണുന്നു. Who were standing around. അവിടെ നിൽക്കുന്ന ഈ ആളുകളോട് Tells, take off the grave clothes and let him go. യേശുവോട് പറയുന്നു ഈ അവന്റെ തുണികളെല്ലാം അഴിച്ചു മാറ്റുക, അവൻ സ്വതന്ത്രനാകട്ടെ. Lazarus comes out of the tomb alive. ലാസർ ഈ ശവകുടീരത്തിൽ നിന്ന് ജീവനോടെ എഴുന്നേറ്റു. He gives life to a dead person. യേശു ആ മനുഷ്യന് ജീവൻ നൽകുന്നു. And he comes around, but he's wrapped with graven clothes. എന്നാൽ ഈ ശവ വസ്ത്രങ്ങൾ കൊണ്ട് അവനെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. And then Jesus tells the people standing around. അവിടെ നിൽക്കുന്ന ആളുകളോട് യേശു പറയുന്നു, take off the grave clothes. അവന്റെ ഈ റൂമാലുകൾ അഴിച്ചു മാറ്റുക. And let him go. അവൻ പോകട്ടെ. Jesus is giving a responsibility to those who are standing to set that person free and make sure that that person enjoys the liberty and the freedom. യേശുവോട് നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഉത്തരവാദിത്വം കൽപ്പന എന്നുള്ളത് ഈ മനുഷ്യൻ സ്വതന്ത്രനായി പോകട്ടെ, അവന്റെ ബന്ധനങ്ങൾ അഴിച്ചുവിടുക എന്നുള്ളതാണ്. So Bethany is a place not only of suffering but a place of resurrection, but it is also a place where you enjoy the freedom and the deliverance from the bondage that the enemy brings into your life. ബഥാനിയ എന്നുള്ളത് അത് ദുഃഖത്തിന്റെ സ്ഥലം മാത്രമല്ല, മരണത്തിന്റെ സ്ഥലം മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്ഥലം മാത്രമല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള കർത്താവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ്. And so we need to pray, Lord, help me to be a person who will go unwrap and set a person free. That is the ministry that God has given to all of us. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ബന്ധനത്തിലായിരിക്കുന്ന ആളുകളെ, കെട്ടുകളിലായിരിക്കുന്ന ആളുകളെ സ്വതന്ത്രരാക്കുവാൻ എന്നെ സഹായിക്കണമേ. ആ ഒരു ശുശ്രൂഷയാണ്, ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. Sometimes we have to let others come and unwrap things in our life. ഒരുപക്ഷേ മറ്റുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില ബന്ധനങ്ങൾ അഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. Sometimes God uses a pastor to come and teach the word of God and to unwrap things from our life. ഒരുപക്ഷേ കർത്താവിന്റെ ദാസന്മാരെ ഉപയോഗിച്ച് നമ്മുടെ ബന്ധനങ്ങളെ, നമ്മുടെ കാഴ്ചകളുള്ള ബന്ധനങ്ങളെ തന്റെ വചനത്തിലൂടെ അഴിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കും. Sometimes God will use a trusted elder, a person that will come and pray and unwrap things in our life. ഒരുപക്ഷേ ഒരു മൂപ്പനോ അല്ലെങ്കിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട ആളുകളോ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവം ഉപയോഗിക്കും. You may be alive but still in bondage. ഒരുപക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുമായിരിക്കും, എന്നാലും ബന്ധനത്തിലായിരിക്കും. You are saved but still in bondage. ഒരുപക്ഷേ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, എന്നാലും ബന്ധനത്തിലായിരിക്കും. You've enjoyed the life that Christ gives, കർത്താവ് തരുന്ന ജീവൻ നാം അനുഭവിക്കുന്നുണ്ട്. but you are not enjoying the freedom that Christ gives. എന്നാൽ കർത്താവ് നൽകുന്ന ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ There is a big difference between a person who is alive, a person who enjoys life. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a big difference between a person who comes and a person who is always smiling and enjoying life. There is a big difference between that. ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യനും അല്ലാത്ത മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. So God wants you not only to be alive but to enjoy the life that He has given to you. എന്നാൽ നാം ജീവിച്ചിരിക്കുക മാത്രമല്ലയോ, ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. There are many Christians who are saved. ഒരുപാട് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായ ആളുകളുണ്ട്. But there is only maybe 1 or 2% that really enjoy Christian life. എന്നാൽ വളരെ ചുരുക്കം നില ആളുകൾ മാത്രമേ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുകയും സന്തോഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുള്ളൂ. So many people, when they get up in the morning, പല ആളുകളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ they say, "Good Lord, it is morning again." കർത്താവേ, നേരം വെളുത്തല്ലോ. But others who are happy in the Lord, എന്നാൽ ദൈവത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ, they say, "Good morning, Lord." അവർ പറയും, കർത്താവേ, പ്രഭാതമായിരിക്കുന്നു. They enjoy the day that God has given. ദൈവം അവർക്ക് നൽകിയ ആ ദിവസത്തിൽ അവർ സന്തോഷിക്കുകയാണ്. They start the day by praising the Lord. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ ദിവസം They are ആരംഭിക്കുന്നു. not complaining, starting the day by complaining. അവര് പിറുപിറുത്തുകൊണ്ടല്ല ജീവിതം They ആരംഭിക്കുന്നത്. are anticipating what God is going to do that day. ആ ദിവസം കർത്താവ് ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് സന്തോഷത്തോടെ There is a sense of faith and excitement. അവന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെയും ഉത്സാഹത്തിന്റെയും ആത്മാവുണ്ട്. That is why David said, അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, "I rejoiced when they said, 'Let us go into the house of the Lord.'" ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. And when we go with celebration and thanksgiving in our heart. അത് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ആത്മാവോടുകൂടെ And when പോകണം. we come with that sense of expectancy, God blesses us in a special ആ way. പ്രതീക്ഷയോടും ഉത്സാഹത്തോടും കൂടെ ദൈവസന്നിധി വരുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. And there is a special blessing that ensues as a result of that attitude. ആ മനോഭാവത്തോട് വരുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. And also we find in this chapter ഈ അധ്യായത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, that Bethany was a place where the supreme worth of Jesus is understood.
യേശുക്രിസ്തുവിന്റെ അമൂല്യത ഇനി മനസ്സിലാക്കപ്പെട്ട സ്ഥലമാണ് ഈ ബഥനിയിലെ സ്ഥലം. Bethany was a place where people recognized that Jesus is more valuable than anything else. ബഥനിയിലുള്ള ആളുകളാണ് യേശുവാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും മൂല്യമുള്ളത് എന്ന് In മനസ്സിലാക്കപ്പെടുന്നു. verse 3 of chapter 12, 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ we find നാം വായിക്കുന്നു, that Simon is giving a dinner in honor of Jesus. ശിമോന് യേശുവിനോടുള്ള ആദരവ് മുഖാന്തരമായിട്ടൊരു വിരുന്നൊരുക്കുന്നു. And he has invited all the disciples. അവന്റെ ശിഷ്യന്മാരെയും യേശു വിളിച്ചിരിക്കുന്നു. And it is a feast that is being given. അതൊരു സ്നേഹ വിരുന്നാണ് അവിടെ നൽകുന്നത്. It is not just a get-by dinner. അതൊരു എന്തെങ്കിലും ചവച്ചിട്ട് പോകാനുള്ള ഒരു സ്ഥലമല്ല. But it is a feast. അതൊരു വലിയ ഒരു വിരുന്നാണ്. A feast is when you have so many things you don't know which one to eat. ഒരു വിരുന്നെന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കാൻ എവിടെ തുടങ്ങണമെന്ന് അറിയാത്ത സ്ഥലം. And you want to know whether you can spend a week there eating those things. ഈ കാര്യങ്ങൾ ഒരാഴ്ച ഇവിടെ ഇരുന്ന് കഴിക്കാമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. It's a feast to the eyes. അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരു വിരുന്നാണ്. You are marveled when you see the food, the amount of food and the amount of dishes that is placed. അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ കണ്ണിന് അതൊരു വിരുന്നാണ്. And you want to know how long you can be there. എത്രത്തോളം ഇവിടെ ഇരുന്നത് ആസ്വദിക്കാൻ കഴിയും എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. It was that kind of a feast that was given. ഇത് അതുപോലെയുള്ള ഒരു വിരുന്നാണ് കർത്താവിനോട് It was ഒരുക്കിയിരിക്കുന്നത്. not an ordinary dinner. അതൊരു സാധാരണ വിരുന്നല്ല. It was a many course dinner. അത് ഒരുപാട് വിഭവങ്ങളുള്ള ഒരു വിരുന്ന്. And when everybody is seated, എല്ലാവരും ഇരിക്കുമ്പോൾ all of a sudden Mary crashes the party. പെട്ടെന്ന് മറിയ അവിടേക്ക് വരികയാണ്. And what does she do? എന്താണ് മറിയ ചെയ്യുന്നത്? She takes an alabaster jar. അവൾ ഒരു പാത്രം കൊണ്ടുവരുന്നു. It is an expensive perfume. അതൊരു വിലയേറിയ ഒരു പരിമള തൈലം. It is a perfume that is worth one man's salary for 1 year. ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ അധ്വാനത്തിന് അല്ലെങ്കിൽ അവന്റെ ശമ്പളം വിലയുള്ള ഒരു പരിമള I തൈലം. don't know how much you make a year. നിങ്ങൾ ഒരു വർഷം എത്ര പണം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. I don't need to know how much you make a year. അതെനിക്ക് അറിയേണ്ട കാര്യവുമില്ല. But the average salary 2 years ago in the United States 2 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ശരാശരി വേതന നിരക്ക് എന്നുള്ളത് was $46,000 per year. $46,000 ആയിരുന്നു ഒരു വർഷം. So say suppose you make $46,000 a year. $46,000 ഒരു വർഷം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. But an average Indian makes more than the average American. ആവറേജ് അമേരിക്കൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ശരാശരി അമേരിക്കൻ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ പണം എന്തായാലും ഒരു ഇന്ത്യക്കാരൻ And if ഉണ്ടാക്കും. you make double duty, then you know how much you make. ഏട്ട് ജോലി ചെയ്യുന്ന ആൾക്കറിയാം എത്ര പണം നമ്മൾ So ഉണ്ടാക്കും. you know how much you make per year. ഒരു വർഷം എത്ര പണം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. And that was the price of that jar of alabaster. ആ ഒരു വർഷം ഉണ്ടാക്കുന്ന മുഴുവൻ അധ്വാനത്തിന്റെ ഫലമാണ് ആ അലബാസ്റ്റർ ജാറിൽ Why കൊണ്ടുവന്ന was this so expensive? എന്തുകൊണ്ടാണ് ഇത് വളരെ വിലയേറിയത്? The nard came from a tree that grows up in the Himalayan mountains. ഹിമാലയ പർവ്വതങ്ങളിൽ വളരുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഇത് And ഉണ്ടാക്കുന്നത്. it grows between the 9,000 and 15,000 feet high. 9,000 മുതൽ 15,000 വരെ അടി ഉയരത്തിലാണ് ഇത് വളരുന്നത്. So you have to climb that height to take a stem of that tree. ആ ചെടി ലഭിക്കുന്നതിനായിട്ട് അവിടെ വരെ കയറി പോകണം. And from there it is brought and to Kerala, all the way to our land. നമ്മുടെ കേരളത്തിലേക്ക് ഇത് അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. And it is blended with all the spices of Kerala. കേരളത്തിലെ ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം അതിൽ ചേർക്കുന്നു. And it is put into an alabaster jar. അതൊരു പ്രത്യേക പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നു. It is sent by camels or by ship to Palestine. അവിടെ നിന്ന് കപ്പലിലോ അല്ലെങ്കിൽ മറ്റു മാർഗമോ അത് പലസ്തീനിൽ എത്തുന്നു. So you know all the middlemen that they have to make money. ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർ ഇടനിലക്കാർക്കെല്ലാം എത്ര പണം ഉണ്ടാക്കണം എന്ന് നമുക്കറിയാം. By the time it comes to Palestine, ഇത് പലസ്തീനിൽ എത്തിച്ചേരുമ്പോഴേക്കും it is $46,000. $46,000 It is അധികമാണ്. the wages of a working man, not a woman, a working man for one whole year. ഒരു അധ്വാനിക്കുന്ന മനുഷ്യന്റെ ഒരു വർഷത്തെ കൂലിയാണത്. You know who made that calculation? ആരാണ് ഈ കണക്കുകൂട്ടൽ നടത്തുന്നത് അറിയാമോ? Who put the value of this bottle? ഈ കുപ്പിക്ക് ഈ പരിമള തൈലത്തിന് വിലയിട്ടതാരാണെന്ന് It അറിയാമോ? was the treasurer Judas that put the value. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഖജാൻജിയായിരുന്ന യൂദാസാണ് അതിന് വിലയിട്ടത്. He was a very smart man. അവൻ വളരെ സമർത്ഥനായ മനുഷ്യനായിരുന്നു. And he's the one who put the value. അവനാണ് ഈ വില പറഞ്ഞത്. And he said, why this waste? അവൻ ചോദിക്കാണ് എന്തിനാണ് ഈ വ്യർത്ഥ ചെലവ്? And what does she do? എന്താണ് അവൾ ചെയ്തത്? She doesn't slowly open the lid. അവൾ ഒരിക്കലും വന്ന ചെറിയ കുപ്പിയുടെ അറ്റം ഇങ്ങനെ പതുക്കെ തുറന്നെടുക്കായിരുന്നില്ല. Expensive perfume. വളരെ വില കൂടിയ ഒരു പരിമള തൈലം. Not a $10 or $20 perfume. $10-20 നമ്മൾ വാങ്ങിക്കുന്ന സാധനമല്ല ഇത്. Thousands of dollars.
ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള thousands of dollars. ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള It was a life savings. ഇത് അവളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ മൊത്തം നിക്ഷേപമായിരിക്കാം. It was something that she preserved for a long time. ഇത് ഒത്തിരി നാളുകൊണ്ട് സമ്പാദിച്ചെടുത്ത ഒരു She കാര്യമായിരിക്കാം. doesn't open the bottle gently. പതുക്കെ ആ കുപ്പിയുടെ അടപ്പോള് തുറക്കുകയല്ല. She breaks the neck of that bottle. എന്നാൽ ആ പാത്രം അവൾ ഉടച്ചു. And she pours the entire content on the head and the feet of Jesus. അതിനകത്തുണ്ടായ മുഴുവൻ സാധനവും യേശുവിന്റെ തലയിലേക്ക് പാദത്തിലേക്ക് ഒഴിച്ചു. She wanted to pour the entire contents to show that she's not going to keep anything for herself in the future. ഇനി അവൾ ചെയ്യുന്നത് അവളുടെ സമ്പൂർണ്ണമായിട്ട് യേശുവിന്റെ പാദത്തിൽ ഒഴിക്കുകയാണ്. ഒന്നും അവൾക്ക് വേണ്ടി അവൾ സൂക്ഷിച്ചു വെക്കുകയോ ശേഖരിച്ചു വെക്കുകയോ ചെയ്യുന്നില്ല. Usually you put a little here, a little here, a little bit behind the ear. നമ്മൾ പെർഫ്യൂം ഒഴിക്കുന്ന ഇവിടെയൊക്കെ ചെറിയ ഓരോ ഡ്രോപ്പ് തൊടുക It was ചെയ്യുന്നത്. not just a dab here and there. ഇവിടെ അവിടെ ഒരു പൊട്ട് തൊടുകയല്ല. She poured the entire content. അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ തൈലവും അവൾ ഒഴിക്കുക. And the Bible says യേശു ഇങ്ങനെ വേദപുസ്തകം it പറയുന്നു. was pure nard. അത് പരിശുദ്ധിയുള്ള ഒരു തൈലമായിരുന്നു. It was a pint. അത് half a liter. ഒരു അര ലിറ്ററോളം It അതുണ്ടായിരുന്നു. was not a small bottle. ഒരു ചെറിയ കുപ്പിയായിരുന്നില്ല. And it was an expensive perfume. അത് വിലയേറിയ ഒരു പരിമള And തൈലമാണ്. she pours it on the feet of Jesus. അത് യേശുവിന്റെ പാദത്തിൽ ഒഴിക്കുക. And wipes the excess with her hair from the feet. യേശുവിന്റെ പാദത്തെ അവളുടെ മുടി കൊണ്ട് അവൾ തുടച്ചു And the വൃത്തിയാക്കി. Bible says വേദപുസ്തകം പറയുന്നു the house was filled with the fragrance of the perfume. ആ ഭവനം മുഴുവൻ ആ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. Not just Jesus. യേശു മാത്രമല്ല, You walked into that house. ആ വീട്ടിലേക്ക് കയറുമ്പോൾ It was a large house, by the way. അതൊരു വലിയ വീടാണ്. It എന്തായാലും was Simon's house. അത് സിമോന്റെ He വീടാണ്. was a rich man. അവരൊരു ധനികനായ And മനുഷ്യനാണ്. rich people have large houses. ധനികന്മായ ആളുകൾക്ക് വലിയ The വീടുകളുണ്ട്. entire house was filled with the perfume, the fragrance that was on Jesus. ആ വീട് മുഴുവൻ ആ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. When you do something for Jesus, യേശുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, when you honor Jesus, യേശുവിനെ നിങ്ങൾ മാനിക്കുമ്പോൾ, not only is Jesus honored, യേശു മാത്രമല്ല മാനിക്കപ്പെടുന്നത്, everybody smells something good. എല്ലാ ആളുകളും അതിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നു. Everybody else is blessed. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. That is how it works. അങ്ങനെയാണ് സംഭവിക്കുന്നത്. Whatever you do for Jesus യേശുവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യം will result in blessing others. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന Whatever you do for Jesus യേശുവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ will കാര്യവും bless others. മറ്റുള്ളവരെ അനുഗ്രഹമായി That is how it works. അങ്ങനെയാണ് ചെയ്യുന്നത്. Mary understood that person. മറിയ അത് മനസ്സിലാക്കി. This was a public declaration. ഇത് അവളുടെ ഒരു പരസ്യ പ്രഖ്യാപനമായിരുന്നു. She did not do it in a private moment. അതൊരു സ്വകാര്യമായിട്ട് അവൾ ചെയ്തതല്ല. Everybody was watching. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ And then she comes and does it. അത് അപ്പോഴാണ് അവൾ ഓടി വന്നത് ചെയ്യുന്നത്. And Judas and the disciples said, "My goodness, she's wasting that money." ശിഷ്യന്മാർ യൂദായും മറ്റു ശിഷ്യന്മാരും പറഞ്ഞു, എന്തൊരു നഷ്ടമാണത്, എന്തൊരു വേസ്റ്റ് ആണ്. This money could have been given to the poor. അവര് പറയാണ്, ഇത് പാവപ്പെട്ടവർക്ക് It കൊടുക്കൂടായിരുന്നു. was worth a year's wages. ഇത് ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. And Jesus hears that conversation. അവര് സംസാരിക്കുന്ന യേശു കേട്ടു. Jesus was at a distant place. യേശു ഇച്ചിരി ദൂരെയാണ് And he നിൽക്കുന്നത്. was on the other side of the table. ഒരുപക്ഷെ ഈ മേശയുടെ മറ്റേ സ്ഥലത്തായിരിക്കും But യേശു. Jesus knows what is in our heart. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്ന് കർത്താവിന് അറിയാം. Jesus knows what is going through your mind. നിങ്ങളുടെ മനസ്സിലൂടെ എന്ത് കടന്നു പോകുന്ന കർത്താവിന്റെ രാത്രിയിൽ അറിയാം. Jesus knows how you evaluate the work of God. ദൈവത്തിന്റെ വേലയെ നിങ്ങൾ എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് കർത്താവിന് അറിയാം. Jesus knows how you evaluate what others do for Jesus. കർത്താവിന് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതിനെ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് കർത്താവിന് അറിയാം. And then Jesus across the table shouts these words. യേശു മറ്റേ മേശയുടെ മറ്റേ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് അവരോട്, Leave her alone. അവളെ വെറുതെ വിടുക. Leave her അവളെ alone. വെറുതെ വിടുക. Don't accuse her falsely. അവളെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. When you read the account of Matthew and Mark, they use strong language. മത്തായിയും മർക്കോസും ഒക്കെ പറയുന്ന വളരെ ശക്തമായ വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. Leave her alone. അവളെ വെറുതെ വിടുക. And then he says, യേശു പറയുകയാണ്, she has done something beautiful for me. എനിക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു കാര്യം അവൾ ചെയ്തിരിക്കുന്നു. She has done something beautiful for me. എനിക്ക് വേണ്ടി അവൾ മനോഹരമായ ഒരു കാര്യം ചെയ്തു. Not only that, അത് മാത്രമല്ല, she saved this perfume for the day of my burial. യേശു പറയുകയാണ്, ഇത് എന്റെ അടക്കത്തിന് വേണ്ടി, ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നു. She understood something that the disciples did not understand. ശിഷ്യന്മാർ മനസ്സിലാകാതിരുന്ന ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. She understood in a matter of days he was going to be crucified. ചില ദിവസങ്ങൾക്കുള്ളിൽ യേശു ക്രൂശീകരിക്കാൻ പോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. And John says, യോഹന്നാൻ പറയുകയാണ്, this happened 6 days before the Passover. പെസഹായ്ക്ക് 6 ദിവസത്തിന് മുമ്പേ സംഭവിച്ചു എന്ന് യോഹന്നാൻ Just a പറയുന്നു. few days before he was crucified.
crucified, യേശുവിന്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് മുൻപ് if you knew, നിങ്ങൾക്കറിയാമെങ്കിൽ, if your husband was going to die in a few days, ഇനി ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഭർത്താവ് മരിക്കുവാൻ if you പോകുന്നു, knew your wife was going to die in 1 week, നിങ്ങളുടെ ഭാര്യ ഒരാഴ്ചക്കുള്ളിൽ മരിക്കാൻ പോകുന്നു വിചാരിക്കുമ്പോൾ what would അറിയാമെങ്കിൽ, you do for her? അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? What would you do for him? അവന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? What would you do to express your love? നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ആ ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യും? Mary knew that timing of what she did was important. മറിയയ്ക്ക് അറിയാമായിരുന്നു യേശുവിന് വേണ്ടി അവൾ ചെയ്യുന്ന കാര്യത്തിന്റെ ആ സമയത്തിന് വളരെ പ്രാധാന്യം. And Jesus understood what she was doing. യേശുവിന് അറിയാമായിരുന്നു അവൾ എന്താണ് So ചെയ്യുന്നത്. Jesus rebukes the disciples. യേശു അതുകൊണ്ട് അവരുടെ ശിഷ്യന്മാരെ ശാസിക്കുന്നു. Leave her alone. അവളെ വെറുതെ വിടുക. She did this for my burial. അത് എന്റെ സംസ്കാരത്തിന് വേണ്ടി അവൾ ചെയ്തു. She did this before my burial. എന്റെ സംസ്കാരത്തിന് മുമ്പേ അവൾ അത് ചെയ്തു. What you need to do, എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത്? the good words that you need to say, പറയേണ്ട നല്ല വാക്കുകൾ, say it when that person is alive. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്കുകൾ You പറയണം. know, Alex was sharing with me some incidents concerning his own family and others recently who were buried in Kerala. That the funeral just went on for hours and hours. Meaningless things. If that person was alive, if he heard 1% of what was said at that time, that would have been a blessing. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മണിക്കൂറുകൾ നീണ്ടുപോവുകയാണ്. അർത്ഥശൂന്യമായ ഒരുപാട് ആളുകൾ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ഈ ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ കുറച്ച് നാളാണ് ജീവിച്ചിരുന്നത്. So say the right things, the beautiful things, while that person is alive. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ട നല്ല വാക്കുകൾ അവരോട് സ്നേഹത്തോടെ പറയുക. This is what Mary did. അതാണ് മറിയ ചെയ്തത്. Leave her alone. അവളെ വെറുതെ വിടുക. She did it for my burial, but in advance. ഇനി അവൾ എന്റെ സംസ്കാരത്തിന് വേണ്ടി ചെയ്തു, പക്ഷെ അവൾ അത് നേരത്തെ ചെയ്തു. And that is why Jesus commended and gave her a compliment. She did something beautiful for me. അതുകൊണ്ടാണ് യേശു അതിനെ അഭിനന്ദിച്ച് പറഞ്ഞത്, അവള് മനോഹരമായ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു. Jesus said, യേശു പറയുകയാണ്, the poor you have with you always. നീ ദരിദ്രന്മാരെല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. Now Jesus was not saying don't care for the poor. യേശു പറഞ്ഞില്ല ദരിദ്രന്മാരെ കരുതരുതെന്ന്. But Jesus was showing something very important. പക്ഷേ യേശു ഇവിടെ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Jesus is more important than rich people. യേശു ധനികന്മാരെക്കാൾ മഹാനായ ആളാണ്. Jesus is also more important than poor people. യേശു ദരിദ്രന്മാരെക്കാൾ പ്രാധാന്യമുള്ളയാളാണ്. Jesus is more important than anybody else. യേശു മറ്റുള്ള ആരെക്കാളും പ്രാധാന്യമുള്ളയാളാണ്. Jesus is more important than the disciples. യേശു തന്റെ ശിഷ്യന്മാരെക്കാളും He is പ്രാധാന്യമുള്ളവനാണ്. more important than Lazarus. ലാസറിനേക്കാൾ He is more പ്രാധാന്യമുള്ളവനാണ്. important than Simon the leper. ഇത് ഈ കുഷ്ഠരോഗിയായ ശിമോനേക്കാൾ പ്രാധാന്യമുള്ളവനാണ്. He is more important than anything else. മറ്റുള്ള ഏതിനേക്കാളും എന്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠവും പ്രാധാന്യമുള്ളത് കർത്താവാണ്. So Jesus was teaching a lesson to the disciples. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. The poor you have with you always. ഈ ദരിദ്രന്മാരെല്ലാം ഇപ്പോഴും നിങ്ങളോട് ഒരുമിച്ചുണ്ട്. But I'll be gone in a matter of few days. ചില ദിവസങ്ങളിൽ ഞാൻ പോകും. She did a beautiful thing. അവൾ ഒരു മനോഹരമായ കാര്യം ചെയ്തു. And she did it in advance. അവൾ അത് മുൻകൂട്ടി ചെയ്തു. What is the beautiful thing that you have done for Jesus? കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്ത ഏറ്റവും മനോഹരമായ കാര്യം എന്താണ്? Can you say this is the beautiful thing I've done for Jesus? കർത്താവിന് വേണ്ടി ഞാൻ ചെയ്ത മനോഹരമായ കാര്യം ഇതാണെന്ന് ഒരു കാര്യം പറയാൻ നമുക്ക് പറ്റുമോ? Did you do something beautiful like breaking the deck and pouring everything? നമുക്കുള്ളതെല്ലാം കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞോ? Or was it just a dab here, a dab here, a dab there? അതോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ അവിടെ ചെയ്തു തീർക്കുകയാണ്? Tonight, I want you to evaluate. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാം. And I want you to make a decision in your heart. നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു ഉടമ്പടി, ഒരു തീരുമാനമെടുക്കുക. Lord, before I die, കർത്താവേ, ഞാൻ മരിക്കുന്നതിന് മുൻപ്, or in the next 10 years, അല്ലെങ്കിൽ അടുത്ത 10 or in the next വർഷം, 1 year, അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ I want to do something beautiful for Jesus. കർത്താവിന് വേണ്ടി ഒരു മനോഹരമായ കാര്യം എനിക്ക് ചെയ്യണം. I want to do something beautiful for Jesus. എന്റെ കർത്താവിന് വേണ്ടി ഒരു മനോഹരമായ കാര്യം I want to express my love for Jesus like Mary expressed. മറിയ കർത്താവിനോട് അവളുടെ സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ എന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹം. I don't know what that is. എനിക്കറിയത്തില്ല എന്താണെന്ന് എനിക്കറിയില്ല. I don't know what that means to you. അത് നിങ്ങൾക്ക് അർത്ഥമാക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. But something beautiful for Jesus. കർത്താവിന് വേണ്ടി എന്തെങ്കിലും മനോഹരമായ ഒരു കാര്യം. Bringing people to church. ആളുകളെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. Sharing about Jesus with others. മറ്റുള്ളവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പങ്കുവയ്ക്കുക. Something beautiful for Jesus. കർത്താവിന് വേണ്ടി എന്തെങ്കിലും മനോഹരമായ ഒരു And then കാര്യം. Jesus gives her a tremendous blessing. യേശു അവൾക്ക് ഒരു മനോഹരമായ അനുഗ്രഹം He നൽകി. said, wherever the gospel is preached, എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ, what
has been done here will be proclaimed everywhere. ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഇവിടെ ചെയ്ത ഈ നല്ല കാര്യം പ്രഘോഷിക്കപ്പെടും. That is why after more than 2000 years we are discussing this tonight. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ ഇരുന്ന് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. Mary did not do this for publicity. മറിയ ഒരിക്കലും ഇത് പരസ്യത്തിന് വേണ്ടി ചെയ്തതല്ല. Mary did not do this for fame. അവൾ പേരെടുക്കാൻ വേണ്ടി ചെയ്തതല്ല. Mary did this to honor Jesus. യേശുവിനെ മാനിക്കുവാൻ വേണ്ടി അവൾ ചെയ്തതാണ്. When you honor Jesus, നിങ്ങൾ യേശുവിനെ മാനിക്കുമ്പോൾ the fragrance is smelled by everybody else. എല്ലാവർക്കും അതിന്റെ സൗരഭ്യം അനുഭവിക്കുവാൻ The കഴിയും. entire house was filled with the fragrance. ആ കുടുംബം മുഴുവൻ ആ സൗരഭ്യവാസനയാൽ And not only that, you receive the favor of God upon your life. ദൈവത്തിന്റെ സമാധാനം അത് മുഖാന്തരം ലഭിക്കുവാൻ And കഴിയും. then you receive everlasting fame in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനമായ പ്രശസ്തി എന്നത്തേക്കും നിലനിൽക്കും. And so we recognize that Bethany was a place where the value of Jesus was understood. ബഥാനിയിലെ സ്ഥലം യേശുവിന്റെ മൂല്യത്തെ, യേശുവിന്റെ വിലയെ തിരിച്ചറിയപ്പെട്ട സ്ഥലമാണ്. Child of God, ദൈവത്തിന്റെ പൈതലേ, remember that Jesus is more important than anything else. മനസ്സിലാക്കിയ കർത്താവാണ് ലോകത്തുള്ള മറ്റുള്ള എല്ലാ കാര്യത്തെക്കാളും പ്രാധാന്യം. He is more important than your job. നമ്മുടെ ജോലിയേക്കാൾ പ്രാധാന്യം. He is more important than your education. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാൾ He പ്രാധാന്യം. is more important than anybody else in the world. ഈ ലോകത്തുള്ള മറ്റുള്ള ഏതിനേക്കാളും പ്രാധാന്യമുള്ളത്. And then we find Bethany is a place where Jesus chose. When you come to Luke chapter 24, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, the last verse in Luke, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ, verse 50. ലൂക്കോസ് 24:50. When he had led them out to the vicinity of Bethany, he lifted up his hands and blessed them. While he was blessing them, he left them and was taken up into heaven. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു. Can you imagine? Jesus chose Bethany as a place from its vicinity that he would ascend to the Father. യേശു ചിന്തിച്ചു നോക്കിയേ, ബഥാനിയിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്യുവാനുള്ള സ്ഥലം കർത്താവ് തിരഞ്ഞെടുത്തു. A little place, ഒരു ചെറിയ സ്ഥലം, a little house, ഒരു ചെറിയ വീട്, one family. ഒരു കുടുംബം. But because they welcomed Jesus, അവരെ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് the house was filled with the fragrance. ആ കുടുംബം സൗരഭ്യവാസനയാണ്. Not only the house was filled, ആ കുടുംബം മാത്രം സൗരഭ്യവാസന നിറയല്ല, the village was blessed. ആ ഗ്രാമം അനുഗ്രഹിക്കപ്പെട്ടു. And he chose that place to ascend to heaven. അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്യുവാൻ ആ സ്ഥലം അവൻ തിരഞ്ഞെടുത്തു. What a blessing that is. എത്ര ശ്രേഷ്ഠകരമായ അനുഗ്രഹമായിപ്പെട്ട ഒരു A കാര്യം. place where he lifted up his hands അവന് കരങ്ങൾ ഉയർത്തി and he blessed them. അവരെ അനുഗ്രഹിച്ചു. While he was blessing them, എന്തുകൊണ്ടാണ് അവരെ അനുഗ്രഹിക്കുന്നത്? he left them and was taken up into heaven. അവനെ സ്വർഗാരോഹണം ചെയ്യുകയാണ് അവിടെ. The blessing of a blessed place where Jesus is welcomed. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി മാറി. Your house can be a spiritual Bethany. നിങ്ങളുടെ കുടുംബം ഒരു ആത്മീയ ബഥനിയായി തീരാൻ കഴിയും. Your life can be a spiritual Bethany. നിങ്ങളുടെ ജീവിതം ഒരു ബഥനിയായി തീരുവാൻ കഴിയും. Where Jesus ascends and he is enthroned in your life. നിങ്ങളുടെ ജീവിതത്തിലെ യേശു ക്രിസ്തു ഉയർത്തപ്പെടുകയും യേശു ക്രിസ്തു പരമാധികാരികയും ചെയ്യുന്ന ഒരു സ്ഥലമായി മാറ്റും. And not only did Jesus ascend, യേശു ഉയർത്തപ്പെടുക മാത്രമല്ല, we who have put our trust in him, യേശുവിലെ വിശ്വസിച്ചവരായ നാം, according to Ephesians, എഫെസ്യ ലേഖനത്തിലെ, we are also ascended and seated in heavenly places. നാം സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളാൽ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കപ്പെട്ടിരിക്കുകയാണ്. Today you are sitting on this chair. നമ്മൾ ഇന്ന് ഇവിടെ ഈ കസേരയിൽ ഇരിക്കുകയാണ്. But if you have put your trust in Jesus, എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കർത്താവിനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, spiritually, ആത്മീയമായി പറഞ്ഞാൽ, positionally, അതിന്റെ സ്ഥാനത്തിൽ you are seated in heavenly places. നാം സ്വർഗ്ഗത്തിൽ കർത്താവിനോടുകൂടി ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. You're not just in Phoenix, Arizona. ഫീനിക്സ് അരിസോണയിൽ നമ്മൾ ഇരിക്കുന്നത്. You're not just in this chair in this church. ഈ ചർച്ചിലെ ഈ കസേരകളിൽ നമ്മൾ ഇരിക്കുന്നത്. You are seated in heavenly places. നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. Because that is where Jesus ascended to the Father and is seated at the right hand of God the Father. അവിടേക്കാണ് യേശു കടന്നുപോയത്. പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. അവിടെയാണ് അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നത്. You and I positionally are there. അവിടെയാണ് നാം ഇന്നായിരിക്കുന്നത്. Spiritually we are there. ആത്മീയമായി നാം അവിടെയാണ്. A day God is going to open our eyes. നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നു. A day we are going to be glorified. നമ്മുടെ ശരീരത്തിന് തേജസ്കരണം And പ്രാപിച്ചു. we realize where we are. അവിടെ നമ്മൾ എവിടെയാണ് നാം തിരിച്ചറിയാൻ പോകുകയാണ്. And we wait for that day. ആ ദിവസത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. This is what God wants to do in each of our lives. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? Make my life and your life a spiritual Bethany. നമ്മുടെ ജീവിതത്തെ ഒരു ബഥനിയാക്കി, ഒരു ബഥാനിയാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. The word Bethany means a house of figs. അത്തികളുടെ സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. And the
figs represent Israel in the Bible. യഹൂദന്മാരെയാണ് അത്തി പ്രതിനിധാനം ചെയ്തത് നമുക്കറിയാം. For 6 days before Jesus was crucified, യേശു ക്രൂശീകരിക്കപ്പെടുന്നതിന് 6 ദിവസം മുമ്പ് he lived in Bethany. അവന് ബഥാനിയിലായിരുന്നു. He lived in the house of Mary, Martha, and Lazarus. മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും വീട്ടിലാണ് അവൻ. He would get up in the morning, അവന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ would go to Jerusalem. അവൻ യെരൂശലേമിലേക്ക് It പോകും. was a 2-mile walk. അവൻ 2 മൈൽ ദൂരം യാത്രയുണ്ട്. He would teach and do all the business during the day in Jerusalem. യെരൂശലേമിലെ പകൽ സമയത്ത് അവൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. Evening, he and his disciples would walk back to Bethany. ഇനി വൈകുന്നേരം അവനും തന്റെ ശിഷ്യന്മാരുമായിട്ട് തിരിച്ച് ബഥാനിയിലേക്ക് വരുന്നു. One day when he was walking to Jerusalem, ഒരു ദിവസം ബഥാനിയിലേക്ക് യെരൂശലേമിലേക്ക് പോകുമ്പോൾ they saw a fig tree. അവിടെ ഒരു അത്തിവൃക്ഷം നിൽക്കുന്നതായിട്ട് കണ്ടു. It had beautiful leaves. അതിന് മനോഹരമായ ഇലകളുണ്ട്. They thought they can get some figs. അതിന് ചില ഫലങ്ങൾ ലഭിക്കുമെന്ന് When they came close to the fig tree, അതിന് ആ വൃക്ഷത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ it had only leaves, no figs. പക്ഷെ അതിനകത്ത് ഇലകൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഫലമില്ല. What did Jesus say? എന്താണ് യേശു പറഞ്ഞത്? He cursed that fig tree. അവന് ആ വൃക്ഷത്തെ അവൻ ശപിച്ചു. That was in the morning. അത് രാവിലെയായിരുന്നു. 12 hours later, when they were walking back, 12 മണിക്കൂർ ശേഷം അവർ തിരിച്ചു വരുമ്പോൾ the disciples saw the fig tree was totally withered and dried up. ആ ശിഷ്യന്മാരെ കണ്ടത് അത് ഉണങ്ങിപ്പോയിരിക്കുന്നതായിട്ടാണ്. Morning it was fresh and green. രാവിലെ അത് മനോഹരമായ ഫലഭൂഷ്ടമായിരുന്നു. Evening it was all withered and dried up. വൈകിട്ടായപ്പോഴത്തേക്ക് ഉണങ്ങി കരിഞ്ഞുപോയി. And the disciples were amazed at the power of the words of Jesus. യേശുക്രിസ്തുവിന്റെ വാക്കുകളുടെ ശക്തി കണ്ട് ശിഷ്യന്മാർ അത്ഭുതപരതരായി തീർന്നു. What does that represent? എന്താണ് അത് മനസ്സിലാക്കുന്നത്? That represented dead religious tradition. അത് എന്താണ് കാണുന്നത്? മരിച്ചുപോയ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളുടെ അവസ്ഥകളാണ്. The fig tree, the Jewish people did not care or feed Jesus. യേശുക്രിസ്തുവിനെ പരിചരിക്കുകയോ യേശുക്രിസ്തുവിനെ സഹായിക്കുകയോ സ്നേഹിക്കുകയോ യഹൂദന്മാർ ചെയ്തില്ല. The Bible says he came unto his own, but his own received him not. അവൻ സ്വന്തമായവരിലേക്ക് വന്നു എന്ന് സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് നാം വായിക്കുന്നു. But as many as received him, എന്നാൽ തന്നെ കൈക്കൊള്ളുന്നവർക്ക് to them gave he the power to become the children of God. അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. That little village in Bethany, ഈ ബഥാനിയിലുള്ള ചെറിയ സ്ഥലം, that one family in Bethany, ബഥാനിയിലെ ഒരു കുടുംബം, that few friends in Bethany, ബഥാനിയിലുള്ള ചെറിയ ആളുകൾ received Jesus. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. To them gave he the power to be the children of God. അങ്ങനെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകുവാനുള്ള അവകാശം അവൻ കൊടുത്തു. Today if you receive Jesus, ഇന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ he can feed you. അവന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. He can teach you. അവൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയും. He can give you life eternal. നിങ്ങൾക്ക് നിത്യമായ ജീവൻ നൽകുവാൻ അവന് He കഴിയും. can give you perspective like nobody else. മറ്റാർക്കും തരുവാൻ കഴിയാത്ത കാഴ്ചപ്പാട് അവൻ നിങ്ങൾക്ക് തരുവാൻ കഴിയും. He can give you all that you need. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ അവന് കഴിയും. He is the only one that can love you, and nobody else will love you like Jesus. യേശു സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും നമ്മെ സ്നേഹിക്കാൻ കഴിയില്ല. അവന് മാത്രമേ അതുപോലെ സ്നേഹിക്കാൻ കഴിയൂ. Don't follow dead rituals. അതുകൊണ്ട് വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ ആചാരങ്ങളെ പിന്തുടരരുത്. Follow Jesus. യേശുവിനെ അനുഗമിക്കുക. And that is what it was teaching us. അതാണ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. Bethany cared for Jesus. ബഥാനിയ യേശുവിന് വേണ്ടി കരുതി. Jerusalem never cared for Jesus. എന്നാൽ യെരൂശലേം യേശുവിന് വേണ്ടി കരുതുകയോ സ്നേഹിക്കുകയോ ചെയ്തില്ല. And where he was cared and received, they received special blessings. യേശുവിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവർക്ക് അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിഞ്ഞു. Would you close your eyes? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Would you evaluate your life in the light of God's word this evening? ഇന്ന് രാത്രി നാം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാം. Is your life a spiritual Bethany? നമ്മുടെ ജീവിതം ഒരു ആത്മീയ ബഥാനിയയാണോ? Or are you acting like the people in Jerusalem? അതോ യെരൂശലേമിലുള്ള ആളുകളെ പോലെയാണോ നാം പ്രതികരിക്കുന്നത്? Is it dead works? Is it dead religion? Is it dead tradition? നമ്മൾ വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ, വ്യർത്ഥമായ ആചാരങ്ങൾ, വ്യർത്ഥമായ പ്രവർത്തികളിലൂടെ നാം വെറുതെ പോവുകയാണോ? Are you selective in what you want from Jesus? യേശുവിൽ നിന്ന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ടോ? Or are you receiving without Jesus, without any reservations? എന്നാൽ യാതൊരു റിസർവേഷൻ കൂടാതെ കർത്താവിനെ ഉള്ളതുപോലെ അവന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നു. Lord, I want your entire ministry in my life. കർത്താവേ, അവിടുത്തെ ജീവിതത്തിന്റെ അപൂർണമായ ശുശ്രൂഷ എനിക്ക് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. Lord, I want to understand that you are of more value than anything else in this life. കർത്താവേ, ഈ ലോകത്തുള്ള മറ്റുള്ള ഏതിനേക്കാളും ശ്രേഷ്ഠവും മൂല്യവുമായത് അമൂല്യമായത് അങ്ങാണെന്ന് അനുഭവിക്കുവാൻ അറിയുവാൻ എന്നെ സഹായിക്കും. Lord, I want to declare that with my life. കർത്താവേ, അതെന്റെ ജീവിത മുഖാന്തരം
പ്രഖ്യാപിക്കുവാൻ ഞാൻ And ആഗ്രഹിക്കുന്നു. when you declare that with your life, നിങ്ങളുടെ ജീവിതം മുഖാന്തരം അത് ഏറ്റുപറയുമ്പോൾ He will bless you in a special way. അത് പ്രത്യേക രീതിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. Just like He blessed Bethany. ബെഥനിയെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, Just like He blessed that little village. ആ ചെറിയ ഗ്രാമത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, Just like He blessed that one family. ആ കുടുംബത്തെ ദൈവം He അനുഗ്രഹിച്ചതുപോലെ, will bless you and your family and your place in a very special way. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ പാർക്കുന്ന ഇടത്തെയും പ്രത്യേകമായ രീതിയിൽ ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവ് അനുഗ്രഹിക്കും. But He's looking for that loyalty, He's looking for that commitment, He's looking for that friendship. എന്നാൽ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ, ആ കൂറ് പുലർത്തുവാൻ, ആ സമർപ്പണം ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Tonight, will you make that commitment? ഇന്ന് രാത്രിയിൽ ആ സമർപ്പണം നമുക്ക് ചെയ്യുവാൻ കഴിയും. Lord, I want my life to be a spiritual Bethany. കർത്താവേ, എന്റെ ജീവിതം ഒരു ആത്മീയ ബഥാനിയായി തീരുവാൻ ഞാൻ I want ആഗ്രഹിക്കുന്നു. my family to be a spiritual Bethany. കർത്താവേ, എന്റെ കുടുംബം ഒരു ആത്മീയ ബഥാനിയായി തീരുവാൻ ഞാൻ I want ആഗ്രഹിക്കുന്നു. my church to be a spiritual Bethany. കർത്താവേ, എന്റെ സഭ ഒരു ആത്മീയ ബഥാനിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If that is your commitment, ഇന്ന് രാത്രി അത് നിങ്ങളുടെ തീരുമാനമാണ്. would you raise your hand and say, Lord, here is my life. I signify it by the raising of my hands. കർത്താവേ, ഞാൻ എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ സമർപ്പണത്തിന്റെ പ്രതീകമായ എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ എന്നെ അങ്ങയുടെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. You're raising your hand as a sign saying, Lord, I want my life to be a spiritual Bethany. ഇന്ന് രാത്രി നാം കരങ്ങൾ ഉയർത്തുമ്പോൾ എന്ന് പറയുന്നത്, കർത്താവേ, എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ വ്യക്തി, എന്റെ സഭ, കർത്താവേ, ഒരു ആത്മീയ ബഥനിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നാം കരങ്ങൾ Just ഉയർത്തുന്നത്. raise your hands to the Lord. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. For nobody else but for the Lord, saying, Lord, I want you to come and bless me as you bless Bethany. കർത്താവേ, മറ്റാരെയും കാണിക്കുവാനല്ല, കർത്താവിന്റെ സന്നിധിയില് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, അങ്ങ് ബഥനിയെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കുവാൻ ഞാൻ എന്നെ അങ്ങയുടെ സന്നിധിയില് ഇന്ന് രാത്രി സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് നാം ആ ബോധ്യത്തോടെ ഉറപ്പോടുകൂടെ നമ്മുടെ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. Just like Mary made a public display of a commitment, you're making a public display and saying, Lord, I want my life to declare the supreme worth of Jesus. മറിയ പരസ്യമായി വന്ന് കർത്താവിനോട് അവളുടെ കൂറും അവളുടെ സ്നേഹവും പ്രകടിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി പരസ്യമായിട്ട് കർത്താവിനോട് നമ്മുടെ കൂറ് നാം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഇതാ ഞാൻ അടിയനിതാ, എന്നെ സഹായിക്കുക. I'm going to pray right now and I want you to join with me as we pray. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ഇന്ന് രാത്രി Let's raise our hands as a sign of our surrender to Jesus. ഇന്ന് രാത്രി നമ്മുടെ കീഴടങ്ങളുടെ പ്രതീകമായിട്ട് നമ്മുടെ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. Father, we raise these hands to show that we love you dearly. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് അങ്ങയോട് പറയുന്നു, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങയെ സ്നേഹിക്കുന്നു. We want to display our love and express it. And as a sign of our surrender to you, we raise our hands to you, Lord. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ സമർപ്പണത്തിന്റെ പ്രതീകമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, കീഴടങ്ങുന്നു എന്നുള്ള പ്രതീകമായി ഞങ്ങളുടെ കരങ്ങളെ ഇതാ അങ്ങയുടെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുന്നു. Lord, just like a child raises the hand as that child sees the father or mother running, Lord, we raise our hands and we want you to lift us up, Lord. കർത്താവേ, ഒരു കുഞ്ഞ് തന്റെ മാതാപിതാക്കളെ കാണുമ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നെ എടുക്കുവാൻ പറയുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ എടുത്തുയർത്തുവാനായി ഇന്ന് കർത്താവേ, ആ ശൈശവമായ ആ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. Lord, just like you lifted your hands and blessed the disciples in the vicinity of Bethany, Lord, we want you to raise your hands and bless us tonight. കർത്താവേ, ബഥാനിയയില് അങ്ങ് കരങ്ങൾ ഉയർത്തി തന്റെ ശിഷ്യന്മാരെ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ഈ രാത്രി അവിടുത്തെ കരം ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. May the good hand of the Lord rest upon us, Lord. കർത്താവേ, അവിടുത്തെ നല്ല കരങ്ങൾ ഇന്ന് ഞങ്ങളുടെ മേൽ വെക്കുമാറാകണം. May the good hand of the Lord rest upon all those who have lifted their hands to you, Lord. കർത്താവേ, ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഓരോരുത്തരുടെ മേലും അവിടുത്തെ ശ്രേഷ്ഠ കരങ്ങൾ വയ്ക്കണമേ. A special blessing, Lord. കർത്താവേ, ഒരു പ്രത്യേകമായ അനുഗ്രഹം, A special blessing that we cannot even imagine at this point. കർത്താവേ, ഞങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിശേഷമായ ഒരു അനുഗ്രഹം. For a blessing that people cannot even think of asking or imagine with their mind. കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതിനോ നിനക്കുന്നതിനോ വിചാരിക്കുന്നതിനോ കഴിയാത്തവണ്ണമുള്ള ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് Make പ്രാർത്ഥിക്കുന്നു. our lives a spiritual Bethany, Lord. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരു ആത്മീയ ബഥാനിയാക്കി Make our തീർക്കണമേ. families a spiritual Bethany, Lord. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരു ആത്മീയ ബഥാനിയാക്കി Make this തീർക്കണമേ. church a spiritual Bethany, Lord. കർത്താവേ, ഈ സഭയെ ഒരു ആത്മീയ ബഥാനിയാക്കി We തീർക്കണമേ. commit ourselves to you. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. Thank you, Lord, for
the assurance of your hand over our lives. കർത്താവേ അവിടുത്തെ കാര്യം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. Thank you for meeting with us in a special way. കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രേഷ്ഠമായി അങ്ങ് കാണുകയും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിനായി Commit ourselves to you. ഇന്ന് രാത്രി ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen.